السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، العاقبة للمتقين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد، بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. ഏറ്റവും അഭിവന്യരായ പണ്ഡിതർ, പ്രിയപ്പെട്ട നേതാക്കളെ, രക്ഷിതാക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, മതവിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് തിബിയാൻ പ്രിയ സ്കൂൾ. സ്വാഗതത്തിൽ നാം കേട്ടതുപോലെ മതവും ഭൗതികവും കലർന്നുള്ള വിദ്യാഭ്യാസം നൽകുന്നിടത്ത് നമ്മുടെ സംഘടന കൈവരിച്ച നേട്ടങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയാണ്. ഇന്നലെ നാം ഒരു ഇന്റർവ്യൂ കണ്ടു. 608 ദിവസം ബഹിരാകാശത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീ, സുനിത വില്യംസ്. അവർ പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നത്, അവർ ചോദിക്കുന്നത് 600-ലേറെ ദിവസം ബഹിരാകാശത്ത് സഞ്ചരിച്ച് ഭൂമിയേക്ക് നോക്കുന്നു, മറ്റു ഗ്രഹങ്ങളിലേക്ക് നോക്കുന്നു, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് ഈ സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? മതത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. 608 ദിവസം ബഹിരാകാശത്ത് സഞ്ചരിച്ചപ്പോൾ ഈ കൊച്ചു ഭൂമിയെ അവർ വിശേഷിപ്പിച്ചത് ഏറ്റവും ചെറിയ ഒരു ഗ്രഹമായിട്ടാണ്. അവരാ പത്രക്കാരോട് പറയുന്നത്, ഏറ്റവും ചെറിയൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ വേലികൾ കെട്ടിപ്പടയുന്നു, അതേപോലെ പരസ്പരം ഇതിനൊന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞാൽ, ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ആ സഹോദരി നമുക്ക് തരുന്ന മെസ്സേജ്, ഭൂമിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതും പ്രശ്നത്തിലേർപ്പെടുന്നതും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതും ഭൂമിക്ക് വേണ്ടി തല്ലുകൂടുന്നതും നിർത്തിവെക്കൂ, ഇവിടെ സ്നേഹമാണ് വിതരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആ സ്ത്രീ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം, ആത്മീയമായ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസവും നൽകി മനുഷ്യരെ പുരോഗതിയിൽ ആ ഒരു
ബോധമെത്തിയത്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ കൈകളിലുള്ള ഫോണുകൾ പലപ്പോഴും നമ്മളെ കൊന്നുകളയുന്നതാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെ കുഞ്ഞുനാളിൽ തന്നെ ആക്രമണങ്ങളുടെ സ്വഭാവങ്ങളെ പഠിക്കുകയും അത് പ്രയോഗവൽക്കരിക്കാൻ കൃത്യമായി പതിയിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയമെന്ന് ഈ ആക്രമണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു കൊലപാതകമായിരുന്നു അട്ടപ്പാടിയിലുള്ള മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെത്. അത് ആൾക്കൂട്ട കൊലപാതകമാണ്. ഒരു കൂട്ടം മനുഷ്യർ അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയാണ്. അവസാനം അതിശക്തമായ പ്രയാസങ്ങളൊക്കെ അടങ്ങുന്നതിന് മുമ്പ് ഈ അടുത്ത് മറ്റൊരു വാർത്ത നമ്മുടെ മുന്നിലെത്തുന്നു. ആൾക്കൂട്ട കൊലപാതകം എന്തായിരുന്നു? ഒരു സംസ്ഥാനത്തിൽ കേരളത്തിലെ വർഷം അദ്ദേഹം ജോലി തിരക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയിൽ വഴിതെറ്റി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് ചുറ്റും കൂടുന്നു, അദ്ദേഹത്തെ പൊതിരെ തല്ലുന്നു. അവസാനം അദ്ദേഹം മണിക്കൂറുകളോളം രക്തമൊലിച്ച് വഴിയോരത്ത് കിടന്നിട്ട് ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ ശരീരമെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയില്ല. നാം സാക്ഷരതയിൽ അഭിമാനിക്കുന്നവരാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കൈയടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും കീഴടക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യനെ കാണാനുള്ള മനസ്സും ഹൃദയവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുമ്പ് നമ്മൾ കണ്ടിരുന്നതും കേട്ടിരുന്നതൊക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ തൊട്ടയൽപക്കങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത 10-25-30 മനുഷ്യർ കൂടി നിന്ന് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വേദനയുടെ അരുതട എന്ന് പറയാനുള്ള ഒരു മനസ്സ് വന്നില്ല എന്നതാണ് ഖേദകരം. മതവും ഭൗതികവും കലർന്ന വിദ്യാഭ്യാസം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സമഗ്രമായ ഒരു വ്യക്തിത്വമാണ്. നോക്കൂ, നിങ്ങൾ ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമാണ് ഈ വിദ്യാഭ്യാസം സഹായിക്കുന്നത്. നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അനിവാര്യമായി നേടിയെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യ ഘട്ടമാണ്. ലോകം ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിൽ പ്രാപിച്ചവരാണ്, ഉന്നതി സ്വീകരിച്ചവരാണ്, വിദ്യാഭ്യസിച്ചവരാണ്. ഈ വിദ്യാഭ്യസിക്കുന്നതോട് കൂടി തന്നെ മനുഷ്യനെ തിരിച്ചറിയാനുള്ള, മനുഷ്യന്റെ സ്വഭാവത്തെ തിരിച്ചറിയാനുള്ള, സ്വന്തം മാതാവിനെ തിരിച്ചറിയാനുള്ള, പിതാവിനെ തിരിച്ചറിയാനുള്ള, സ്വന്തം പെങ്ങളെ തിരിച്ചറിയാനുള്ള, ആങ്ങളയെ തിരിച്ചറിയാനുള്ള ബോധം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവന്റെ മതമാണ്. അപ്പം മതവും ഭൗതികവും കലർന്ന വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിച്ചെടുക്കുകയുള്ളൂ. ഇവിടെയാണ് ഈ തിബിയാൻ പോലത്തെ സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അനേകം സ്ഥാപനങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മധുരം നുകർന്നുകൊണ്ടാണ് നമ്മുടെ മക്കള് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പടിയിറക്കം നടക്കുന്നത്.
3 വർഷം തികഞ്ഞ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാലം അവസാനിക്കുമ്പോൾ വിശുദ്ധ യാസീനിൻ്റെയും മറ്റു ആയത്തുകളുടെയും അതേപോലെ നിത്യജീവിതത്തിൽ ആവശ്യമായ ദിക്റുകളും ഖുർആനിൻ്റെ മറ്റു ശലകങ്ങളും അതുപോലെ തന്നെ മറ്റെന്തെല്ലാം കിട്ടേണ്ടതുണ്ടോ ഒരു കുട്ടിക്ക് അത് മുഴുവനും അവരിലേക്ക് എത്തിച്ചു കൊടുത്താണ് നമ്മളിലേക്ക് അവർ പറഞ്ഞയക്കുന്നതെങ്കിൽ പിന്നീടുള്ള കാലം ആ കുട്ടികളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിലോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ചേർത്തി ഈ 3 വർഷം നമ്മൾ നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഒപ്പിച്ചു കൊടുത്ത നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ആത്മീയതയെ നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള കൈകാര്യങ്ങൾ ചെയ്തു പോകരുത്. മദ്രസകൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. കേരളത്തിൽ തന്നെ 10,000-കണക്കിന് മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 10,000-20,000 30,000 മദ്രസകൾ വിവിധ സംഘടനകൾക്ക് കീഴിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസകളിൽ നിന്ന് രാവിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിപ്പിച്ചു കൊടുക്കുന്നത് മതമാണ്, വിശുദ്ധ ഖുർആനാണ്, മറ്റു വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന വിഷയങ്ങളിൽ കൃത്യതയോടെ എൻ്റെ കുട്ടി നിർവഹിച്ചു വരുന്നു എന്ന പ്രാക്ടിക്കൽ സ്വഭാവത്തിലേക്ക് എൻ്റെ കുട്ടിയെ എത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവിന് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ വിജയികളാണ്. നേരത്തെ നമ്മളൊരു കാഴ്ച കണ്ടു. ഇവിടെ എന്തായിരുന്നത്? വുളൂ എടുക്കുകയാണ്. കുട്ടികൾ വുളൂ എടുക്കുന്നു. പഴയ കാലത്ത് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഉസ്താദ് നമ്മുടെ മുന്നിലിരുന്ന ഒരു വുളൂ നമുക്ക് എടുത്തു തന്നതായി ഓർമ്മയില്ല. അതേ സ്ഥാനത്ത് ഇന്ന് അങ്ങനല്ല. ഇന്ന് പ്രാക്ടിക്കൽ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ, മദ്രസകളിൽ. അവിടെ നടക്കുന്നത് എന്താണ്? ഓരോ കുട്ടികളെയും വിളിച്ചിരുത്തി വുളൂ എടുപ്പിക്കുകയാണ്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുന്നുവെങ്കിൽ അവരവിടെ വെച്ച് തിരുത്തുകയാണ്. നിസ്കാരം കൃത്യമായി നിന്ന് ഉസ്താദ് നിർവഹിച്ചു കൊടുക്കുന്നു. കുട്ടികൾ കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നു. എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ അത് അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കും. ഇങ്ങനെ മതവിദ്യാഭ്യാസ മേഖലയും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഭൗതികവും മതവും കലർന്ന വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിന്ന് മാറി മറ്റേതെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഇത്തരത്തിലുള്ള ചിന്തകളുള്ള പുതിയ തലമുറ കടന്നു വരുന്നു എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3-4 കുട്ടികൾ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു കാട്ടിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. കേരളത്തിലാണ്, മലയാളം സംസാരിക്കുന്ന മക്കളാണ്. എന്റെയും നിങ്ങളുടെയും കുട്ടികൾ അതിലുണ്ടെന്ന് നമ്മൾ തിരുത്തപ്പെടണം. അവരവിടെ കിടന്ന് അടികൂടുകയാണ്. ആരെങ്കിലും ഒരു കുട്ടിയെ അരുതട എന്ന് പറയാൻ കഴിയാത്ത വിധം ആക്രമണത്തിന് വിധേയപ്പെടുന്നുണ്ട് ആ കുട്ടി. തെറ്റെന്ത് ചെയ്താലും നിയമങ്ങൾ കയ്യിലെടുക്കുന്ന പുതിയ തലമുറ വളർന്നു വരുന്നത് അപകടകരമായ ഒരു വിഷയം നമ്മുടെ മുന്നിൽ സംജാതമാകുന്നു എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും പരിപൂർണമായും മതബോധത്തോടെ പഠിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിച്ചതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും നമ്മുടെ മക്കൾക്ക് നല്ലവണ്ണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മുഫ്തി വാട്സപ്പുകളാകരുത്. നമുക്ക് മതം പഠിപ്പിച്ചു തരുന്നത് പലപ്പോഴും നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളാകരുത്. നാം മദ്രസയിൽ നിന്ന് പഠിച്ചെടുത്ത, മദ്രസയിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാരുടെ വായിൽ നിന്ന് കേട്ടെടുത്ത ഒരുപാട് അറിവുകളുണ്ട്. അത് നുകർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത്. വാട്സപ്പും ഫേസ്ബുക്കിലുമൊക്കെ വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇബാദത്തുകളെ തിട്ടപ്പെടുത്തിയാൽ അപകടകരമായ വലിയ സ്ഥാനത്തേക്ക് നമ്മൾ എത്തും. കണ്ടില്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദിയായ ഒരാളുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു. ഏറ്റവും നിരീശ്വരവാദിയായ ഒരാളുടെ ഉമ്മയാണ്. അദ്ദേഹം ആദ്യം ഒരു മുസ്ലിമായിരുന്നു, ഇസ്ലാമിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയി. അവരുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്, എൻ്റെ പ്രിയമുള്ളവരെ, പറഞ്ഞാൽ അറക്കുന്ന വേദനപ്പെടുത്തുന്ന വാക്കുകളാണ്. സ്വന്തം ഉമ്മയെ കുറിച്ച്. ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മക്കളിലേക്ക് കടന്നു വരാതിരിക്കാൻ ഏറ്റവും പ്രാഥമികമായി നമ്മൾ നിർവഹിക്കേണ്ടുന്നത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നല്ല വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കുട്ടികളിലേക്ക് കൊടുത്ത് ചിട്ടയോടുകൂടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നതാണ്. അതിനായിരിക്കണം നമ്മുടെ ശ്രമങ്ങൾ മുഴുവനും.
അല്ലെങ്കിൽ ഇനി ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ, ഇപ്പോഴത്തന്നെ ഈ ഒരു തലമുറയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, ഒരാൾ ഒരു നന്മ ചെയ്തു അല്ലെങ്കിൽ നന്മ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ആരെങ്കിലും നിർവഹിച്ചാൽ അവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. മാതാപിതാക്കൾക്ക് കൂലി കിട്ടുന്നോ മക്കൾ നിസ്കരിച്ചാൽ? മക്കൾ നിസ്കരിച്ചാലും വല്യുമ്മക്കും വല്യുപ്പക്കും കൂലിയുണ്ട്. അതേ സ്ഥാനത്ത് ഒരു 2-3 തലമുറ കഴിഞ്ഞാൽ നിസ്കാരത്തെക്കുറിച്ച് പറയാൻ ആളില്ലാത്ത, മതം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത, മതത്തിലേക്ക് അടുക്കാൻ പോലും ആളില്ലാത്ത ഒരു ലോകം നമുക്ക് കാത്തിരിപ്പാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ മതങ്ങളും അവരവരുടെ മതങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം അല്ലാത്ത എല്ലാ മതങ്ങളും എടുത്തു നോക്കൂ, ഒരു കാര്യത്തിൽ അവർ ഏകരാണ്. അതെന്താണത്? അത് വിവാഹവേളകളാണ്. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. എവിടെ വെച്ചാണ് അവർ വിവാഹം കഴിക്കുന്നത്? അവർ വിവാഹം കഴിക്കുന്നത് അമ്പലങ്ങളിൽ നിന്നാണ്. അവർ താലി കെട്ടുന്നത് അമ്പലത്തിൽ വെച്ചാണ്. ക്രൈസ്തവർ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. ആ ക്രൈസ്തവർ വിവാഹം കഴിക്കുന്നത് അവർ ഏതെങ്കിലും ഒരു ചർച്ചിൽ വെച്ചായിരിക്കും. അങ്ങനെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇപ്പോഴും കളഞ്ഞുകുളിക്കാത്ത ഒരാശയമാണ് അവരുടെ വിവാഹ ചടങ്ങ് അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച് നിർവഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാലയങ്ങൾ അവർ കാണുന്ന പവിത്രതയോടുകൂടിയുള്ള കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെ പേക്കൂത്തുകൾ നടക്കുന്നില്ല. മുസ്ലിമിൻ്റെത് എടുത്തു നോക്കൂ നിങ്ങൾ. മുസ്ലിം സഹോദരങ്ങളുടെ വിവാഹങ്ങള് പള്ളികളിലാണ് ഏറ്റവും അഫ്ളൽ എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്ന് വിവാഹങ്ങൾ മാറി ഓഡിറ്റോറിയങ്ങളിലേക്ക് എത്തി. ഫലം ആണും പെണ്ണും ഇടകലർന്നിരുന്ന് ഏറ്റവും സുന്നത്തായി നിർവഹിക്കപ്പെടേണ്ടുന്ന, ജീവിതാന്ത്യം വരെ ഒരുമിച്ച് കഴിയേണ്ടുന്ന, ഏറ്റവും പ്രബലമായി നിലനിർത്തേണ്ടുന്ന ഒരു കർമ്മത്തെ ഹറാമിന്റെ വഴികളിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകുന്നെന്ന് മാത്രമല്ല, നിക്കാഹ് കഴിയലോടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പേക്കൂത്തുകൾ ഓഡിറ്റോറിയങ്ങളുടെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മുടെ സമുദായത്തിൽ നിന്ന് മാത്രമാണ് കാണുന്നത്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ വളർന്നു വന്നവരല്ലേ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നാൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിരുന്നു. മുസ്ലിം വീടുകളിൽ വിവാഹത്തിന് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വീട്ടില് ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് വിവാഹ സദ്യ കഴിച്ചിരുന്നോ? വിവാഹത്തിന്റെ ഭക്ഷണം കഴിച്ചിരുന്നോ? ഇല്ലല്ലോ. അതിനവര് മറവെച്ചിരുന്നില്ലേ? മറക്കപ്പുറത്ത് സ്ത്രീകൾക്ക് എല്ലാ സൗകര്യങ്ങളും വെച്ചു കൊടുത്തില്ലേ? പുരുഷന്മാർക്ക് ഇപ്പുറത്ത് സൗകര്യം വെച്ചു കൊടുത്തില്ലേ? ഇന്നത്തെ അവസ്ഥ എന്താണ്? എവിടെ എത്തി നമ്മുടെ മതം? നമ്മുടെ വിശ്വാസം എവിടെ എത്തി? നമ്മുടെ ചിന്തകൾ എവിടെ എത്തി? ഇത് പറയുമ്പോൾ നമ്മെ 6-ാം നൂറ്റാണ്ടുകാരെന്നോ പഴഞ്ചരെന്നോ പറഞ്ഞ് നമ്മളെ കളിയാക്കും. ചുരുക്കി പറയുന്നു, ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി പുതിയൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ പുതിയ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.